27 നക്ഷത്രങ്ങളെ 3 നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 9 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ നക്ഷത്രത്തെയും ഭരിക്കുവാനുള്ള അധികാരം നവഗ്രഹങ്ങൾക്കും നൽകിയിരിക്കുന്നു. ഈ 27 നക്ഷത്രക്കാരും ആരാധിക്കേണ്ട മൂർത്തികളെയും അവരുടെ ഭരണഗ്രഹങ്ങളെയും മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത അശ്വിനി ദേവന്മാരും ഗണപതിയുമാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം കേതുവാണ്. ഭരണി നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത യമദേവനും ലക്ഷ്മീദേവിയുമാണ്. നവഗ്രഹം ശുക്രനുമാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത അഗ്നിദേവനും പരമേശ്വരനുമാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം സൂര്യദേവനുമാണ്. രോഹിണി നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത മഹാവിഷ്ണുവും ബ്രഹ്മദേവനുമാണ്. നവഗ്രഹം ചന്ദ്രദേവനാണ്. മകയിരം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചൊവ്വയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. നക്ഷത്രദേവത പരമേശ്വരനാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം രാഹുദേവനുമാണ്. പുണർദം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത മഹാവിഷ്ണുവാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം വ്യാഴമാണ്. പൂയം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത ബൃഹസ്പതിയാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശനിയാണ്. ആയില്യം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത നാഗങ്ങളാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ബുധനാണ്. മകം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത വിഘ്നേശ്വരനാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം കേതുവാണ്. പൂയം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത സൂര്യദേവനാണ്. നവഗ്രഹം ശുക്രൻ. ഉത്തരം നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവത പരമേശ്വരനാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം സൂര്യദേവനാണ്. അത്തം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത ആദിത്യനും ഭദ്രകാളിയുമാണ്. നവഗ്രഹം ചന്ദ്രദേവനാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത സുബ്രഹ്മണ്യനാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചൊവ്വയാണ്. ചോതി നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത നാഗങ്ങളാണ്. നവഗ്രഹം രാഹുവാണ്. വിശാഖം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത ദേവിയാണ്. നവഗ്രഹം വ്യാഴം. അനിഴ നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത ശാസ്താവാണ്. നവഗ്രഹം ശനിയാണ്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത ശ്രീകൃഷ്ണനാണ്. നവഗ്രഹം ബുധനാണ്. മൂലം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത മഹാവിഷ്ണുവാണ്. നവഗ്രഹം കേതു. പൂരാട നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത ഭദ്രകാളിയാണ്. നവഗ്രഹം ശുക്രനാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത പരമേശ്വരനാണ്. നവഗ്രഹം സൂര്യനാണ്. തിരുവോണം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത മഹാവിഷ്ണുവാണ്. നവഗ്രഹം ചന്ദ്രദേവനാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത ഭദ്രകാളിയാണ്. നവഗ്രഹം ചൊവ്വ. ചതയം നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത നാഗങ്ങളാണ്. നവഗ്രഹം രാഹു. പൂരുരുട്ടാതി നക്ഷത്രദേവത മഹാവിഷ്ണുവാണ്. നവഗ്രഹം വ്യാഴമാണ്. ഉത്രിട്ടാതി നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത മഹാവിഷ്ണുവാണ്. നവഗ്രഹം ശനിയാണ്. രേവതി നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത മഹാവിഷ്ണുവാണ്. ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ബുധനാണ്.